നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റിയിൽ 35 ഒഴിവുകൾ വന്നിട്ടുണ്ട്. നിയമനം കാസർഗോഡാണ്. വിശദവിവരങ്ങൾ ഇങ്ങനെ. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ ഭാഗമായ ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി ആരോഗ്യ കേരളം 2026 റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി. ഫാർമസിസ്റ്റ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് മൊത്തം 35 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലായിരിക്കും നിയമനം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫെബ്രുവരി 10 വരെ ഔദ്യോഗിക വെബ്സൈറ്റായ arogyakeeralam.gov.in വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയാണ് ഇത്. NHM KSD 122/2026 A2 ആണ് റിക്രൂട്ട്മെന്റ് വിജ്ഞാപന നമ്പർ. ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒരു ഒഴിവ് നിലവിലുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 17,000 രൂപയാണ് ശമ്പളം. ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ 2 ഒഴിവുകൾ 12,000 രൂപ പ്രതിമാസം ശമ്പളമായി ലഭിക്കും. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർക്ക് 32 ഒഴിവുകളാണുള്ളത്. LMS പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അവർക്ക് പ്രതിമാസം 20,500 രൂപയും കൂടാതെ 1,000 രൂപ യാത്രാഭത്തയും ലഭിക്കും. അപേക്ഷകർക്ക് 2026 ഫെബ്രുവരി 10 അടിസ്ഥാനമാക്കി 40 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഫാർമസിസ്റ്റ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ എല്ലാ തസ്തികകൾക്കും ഈ പ്രായപരിധി ബാധകമാണ്. ഫാർമസിസ്റ്റ് തസ്തികയ്ക്ക് B.Pharm, D.Pharm ബിരുദവും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധം. ആയുർവേദ തെറാപ്പിസ്റ്റിന് കേരള സർക്കാർ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയ്ക്ക് BSc നഴ്സിംഗ് ബിരുദത്തോടൊപ്പം കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും വേണം. അല്ലെങ്കിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള GNM ബിരുദധാരികൾക്ക് കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനോടൊപ്പം അപേക്ഷിക്കാം. ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ഈടാക്കുന്നില്ല. പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്ക് ഇതൊരു സുവർണാവസരമാണ്. ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വ്യക്തിഗത അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. താല്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾ www.arogyakeeralam.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. തുടർന്ന് റിക്രൂട്ട്മെന്റ്, കരിയർ, അഡ്വർടൈസിംഗ് മെനു വിഭാഗത്തിൽ നിന്നും ബന്ധപ്പെട്ട ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അപേക്ഷിക്കുക. വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കണം. യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമായ വിവരങ്ങൾ തെറ്റുകൂടാതെ പൂരിപ്പിക്കുകയും നിർദ്ദേശിച്ച ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.